ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ ചിഹ്നം ലാപ്ടോപ്പ്. നമ്മുടെ സ്ഥാനാർത്ഥി ഞാനാണ്, ശങ്കരനാരായണൻ, ആർ ശങ്കരനാരായണൻ, തിരുത്തമ്പാടം പോത്തുണ്ടി. നിങ്ങളേവരുടെയും വോട്ട് ലാപ്ടോപ്പ് ചിഹ്നത്തിൽ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുകയാണെങ്കിൽ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാ ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ടും, നമ്മുടെ കൊറോണ കാലത്ത് വറുതിയുടെ കാലമുണ്ടായപ്പോൾ 40 പഞ്ചായത്തുകളിൽ 500 ആൾക്ക് TB മൊബൈൽ കൊടുക്കുകയും അതിൻ്റെ പേരിൽ ഹോട്ടൽ പണിക്ക് പോവുകയും 10-50 ലക്ഷം കടം വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കടമൊക്കെ ഒരു 10-32 ലക്ഷം തീർത്തു. ഇനി ഒരു 18 ലക്ഷമുണ്ട്. അപ്പോൾ അത് നോമിനേഷൻ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കാര്യങ്ങൾ. 3.5 സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏവരും ഈ പാവപ്പെട്ടവനെ ഒന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുകയും, എല്ലാവരും കാശുണ്ടാക്കുമ്പോൾ നമ്മൾ കാശ് വീട്ടിലുള്ളതെല്ലാം കളയുകയാണ് ചെയ്തത്. അത് മനസ്സിലാക്കി ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട്, ഇനിയും നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടും നമ്മുടെ വോട്ട്, നിങ്ങളുടെ എല്ലാവരുടെയും വോട്ട് ഏകാഭിപ്രായത്തിൽ ലാപ്ടോപ്പ് ചിഹ്നത്തിൽ 30% 29% വോട്ട് പിടിക്കുകയാണെങ്കിൽ ജയിക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും 6 സ്ഥാനാർത്ഥിയുള്ളതിൽ 30% വോട്ട് പിടിക്കുകയാണെങ്കിൽ ജയിക്കും. അതുകൊണ്ട് എല്ലാവരും ലാപ്ടോപ്പ് ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 30 വർഷമായി നാടിൻ്റെ സേവനത്തിന് 6 പ്രാവശ്യം നിൽക്കുകയും 3 പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറാകുകയും 3 പ്രാവശ്യം തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. പോത്തുണ്ടിയിലും മാട്ടായിലുമാണ്. 30 ലോഡിങ് ചെയ്യാനുള്ള സ്ഥലത്താണ് പണിയെടുക്കുന്നത്. CPMൻ്റെ 30 ലോഡിങ് ഉള്ള സ്ഥലത്ത് പണിയെടുക്കുന്ന ശങ്കരനാരായണനെ നിങ്ങൾ വിലയേറിയ വോട്ട് ലാപ്ടോപ്പ് ചിഹ്നത്തിൽ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. 3 പ്രാവശ്യം ജയിച്ചിട്ട് ഒരിക്കൽ പോലും പഞ്ചായത്തിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ ഒരു വൈസ് പ്രസിഡൻറ്റോ ലഭിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ പാർട്ടിക്കാർ കൂടുതൽ ഗ്രൂപ്പ് കളി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് പാവപ്പെട്ടവരെ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ പൊതിമൂര് പോലെ പണിയെടുക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന പരിപാടി പാർട്ടിക്ക് കുറച്ചു കാലങ്ങളായിട്ട് ഇല്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് പലരും പല ആളുകളും കൃഷിയെല്ലാം വിറ്റ്, പലരുടെയും ഭൂമിയെല്ലാം വിറ്റാണ് കോൺഗ്രസ് പ്രവർത്തകർ ഓരോരും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നത്. ചേർത്ത് പിടിക്കുന്നതാണ് കാര്യം. ചേർത്ത് പിടിച്ചില്ല, ബുദ്ധിമുട്ടുള്ള 10 പൈസ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ഉപദ്രവിച്ചതിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ മാറി നിൽക്കേണ്ട വന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ. അപ്പോൾ നേരത്തെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും തന്നിട്ടില്ല. പഞ്ചായത്ത് മെമ്പറായി 3 പ്രാവശ്യം ഞാനും ഭാര്യയും 3 പ്രാവശ്യം തോറ്റു. ഒരു പ്രാവശ്യം ഇലക്ഷൻ നിൽക്കുമ്പോൾ എന്തൊക്കെ ചിലവ് വരുന്നു നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. 5.5 ഏക്കർ കൃഷി വിറ്റു. 3.5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ഈ 3.5 സെൻറ്റ് സ്ഥലവും ആ വീടും വിറ്റാൽ 18 ലക്ഷം ഉറുപ്പ്യ കടമുണ്ട്. നിങ്ങളേവരും എന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുക. MLA ഇലക്ഷന് വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു. ജയ് ഹിന്ദ്.